ഹലോ നമസ്കാരം, എൻ്റെ പേര് അനസാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചും SPC ഫ്ലോറിങ്ങിനെ കുറിച്ചുമാണ്. മാത്രമല്ല ഇത് എങ്ങനെയാണ് വിരിക്കുന്നതെന്നും അതിനു മുമ്പുള്ള പ്രിപ്പറേഷനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് SPC ഫ്ലോറിംഗ് ആണെങ്കിലും ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിലും വിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമുക്ക് സർഫേസ് വാട്ടർ ലെവലിലാണ് വേണ്ടത്. കുണ്ടോ കുഴികളോ ഇല്ലാത്ത രീതിയിൽ വളരെ വൃത്തിയായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുകയും അതിന് മുകളിൽ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിൽ 2mm PVC ഫോം വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് വിരിക്കാവുന്നതാണ്. SPC ഫ്ലോറിംഗ് ആണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ SPC ഫ്ലോറിങ്ങിലും ഇൻബിൽഡ് ഫോം വരുന്നത് കൊണ്ട് തന്നെ അതിന് 2mm ഫോമിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ കുത്തിപ്പൊളിക്കാതെ തന്നെ അതിന് മുകളിൽ വളരെ എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്നതുമാണ് നമ്മുടെ SPC ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങും. ഇതിന് ഗമ്മിൻ്റെ ആവശ്യം വരുന്നില്ല, അതുപോലെ തന്നെ പോളിഷിങ്ങും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ക്ലിക്ക് ആൻഡ് ലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് ലോക്ക് ചെയ്താണ് വിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വിരിക്കാനും കഴിയും. ഇതിൻ്റെ മെയിൻ്റെനൻസും വളരെ കുറവാണ്. മറ്റുള്ള പ്രൊഡക്റ്റ് പോലെ ഹെവി കെമിക്കൽസ് ഉപയോഗിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മിനിമലായിട്ടുള്ള മോപ്പിംഗ് മാത്രം മതിയാവും. നമുക്ക് ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ്ങിൻ്റെയും SPC ഫ്ലോറിങ്ങിൻ്റെയും മേജർ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ കോർ മെറ്റീരിയൽ തന്നെയാണ്. SPC ഫ്ലോറിംഗ് എന്ന് പറയുന്നത് സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസൈറ്റ് ആണ്. ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് വുഡിൻ്റെ ഫൈബർ കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. രണ്ട് പ്രൊഡക്റ്റും ഒരുപാട് വുഡൻ ഷെയ്ഡുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, ഫുള്ളി വാക്സ് കോട്ടഡ് ആണ്. മാത്രമല്ല ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. വളരെ യുണീക്കായിട്ടുള്ള ടെക്സ്ചർ ഫിനിഷസും വരുന്നുണ്ട്. വളരെ വ്യത്യസ്ത രീതിയിൽ വിരിക്കാൻ പറ്റുന്ന യുണീക്കായിട്ടുള്ള മോഡൽസും അവൈലബിൾ ആണ്. SPC ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫും അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫുമാണ്. മാത്രമല്ല രണ്ട് പ്രൊഡക്റ്റുകളും ഒരുപാട് വുഡൻ ഷെയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത രീതിയിൽ വിരിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും രണ്ടിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഇതിൽ രണ്ടിലും മേജറായിട്ടുള്ള മറ്റു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് കുറച്ചും കൂടെ ക്ലോസ് ടു നാച്ചുറൽ വുഡൻ ഫ്ലോറിംഗ് ആണ്. SPC ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആളുകൾക്ക് താല്പര്യം കുറയാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാലും കാഴ്ചയ്ക്ക് ഒരു നാച്ചുറൽ വുഡൻ ഫ്ലോറിംഗ് വിരിച്ചതുപോലെ തന്നെ ഉണ്ടാകും. നമ്മുടെ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിലും SPC ഫ്ലോറിംഗ് ആണെങ്കിലും രണ്ടും മികച്ച പ്രൊഡക്റ്റ് തന്നെയാണ്. രണ്ടിനും യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് എന്ന് മാത്രം. ഇനിയും നിങ്ങൾക്ക് SPC ഫ്ലോറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.